സാങ്കേതിക സർവകലാശാല വിസി സിസ തോമസിനെതിരെ നടപടി ശക്തമാക്കി സർക്കാർ അനുമതിയില്ലാതെ വിസി സ്ഥാനം ഏറ്റെടുത്തത് സർവീസ് ചട്ട ലംഘനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സിസ തോമസിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുമെന്ന് സിസ തോമസ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും കാണാൻ ശ്രമിച്ചു. എന്നാൽ വകുപ്പ് സെക്രട്ടറി കാണാൻ കൂട്ടാക്കിയില്ലെന്നും സിസ തോമസ് പറഞ്ഞു. ഐശ്വര്യ അനിലുണ്ട് വിവരങ്ങളുമായി. ഐശ്വര്യ, സിസ തോമസിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എന്താണ് നീക്കം? സിസ തോമസ് നോട്ടീസിന് മറുപടി നൽകുമെന്ന് പറയുന്നു. സിസ തോമസിന്റെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? രേണുക, മാർച്ച് 31 വിരമിക്കാനിരിക്കുന്ന സിസ തോമസിനെതിരെയാണ് ഇപ്പോൾ സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. സർക്കാർ അനുമതി കൂടാതെ സാങ്കേതിക സർവകലാശാല വിസിയുടെ ചുമതല ഏറ്റെടുത്ത സിസ തോമസ് നടത്തിയത് കേരള സർവീസ് ചട്ടത്തിന്റെ ലംഘനവും ഒപ്പം തന്നെ പെരുമാറ്റ ദൂഷ്യവുമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി നോട്ടീസ് നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനകം രേഖാമൂലം മറുപടി നൽകണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അഥവാ ഈ ഒരു മറുപടി ലഭിച്ചില്ല മറുപടി ബോധിപ്പിച്ചില്ല എങ്കിൽ വകുപ്പ് തല അച്ചടക്ക നടപടി ഉണ്ടാകും എന്നുള്ളതും ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സിസ തോമസ് ചുമതലയേറ്റ് 5 മാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിനെ മറികടന്നുകൊണ്ട് ഗവർണറാണ് സാങ്കേതിക സർവകലാശാല വിസിയായി സിസ തോമസിനെ നിയമിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന സർക്കാർ ഗവർണർ പോരിനെ രൂക്ഷമാക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ സിസ തോമസിനെ സീനിയർ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റിയിരുന്നു. തൊട്ടു പിന്നാലെ അവർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും അതിനെ തുടർന്നാണ് വീണ്ടും ബാർട്ടൺ ഹില്ലിന്റെ പ്രിൻസിപ്പലായി, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായി സിസ തോമസ് നിയമിക്കപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഈ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ നമ്മൾ സിസ തോമസുമായി ബന്ധപ്പെട്ടിരുന്നു. സിസ തോമസ് വ്യക്തമാക്കിയത് ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്, സ്വാഭാവികമായും രേഖാമൂലം മറുപടി നൽകും, സമയബന്ധിതമായി തന്നെ താൻ മറുപടി നൽകും. പക്ഷേ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് സിസ തോമസ്. കാരണം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ താൻ ഈ സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ്. മന്ത്രി സ്ഥലത്തില്ലായിരുന്നു, പകരം വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. സെക്രട്ടറി കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് സിസ തോമസിന്റെ പ്രതികരണം. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ ഒരുപക്ഷെ ഗവർണറുടെ പ്രതികരണമൊക്കെ വരാനിരിക്കുകയാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നതും നമുക്ക് കണ്ടറിയേണ്ടതാണ്. മാർച്ച് 31 സിസ തോമസ് വിരമിക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കമുണ്ടാകുന്നത്. രേണിക, തീർച്ചയായും ഐശ്വര്യ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും കാണാൻ ശ്രമിച്ചു, പക്ഷേ മന്ത്രി സ്ഥലത്തില്ലാത്തതിനാൽ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് വിശദീകരിക്കുന്നത് സിസ തോമസ്. അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നോട്ടീസിന് മറുപടി നൽകുമെന്നും പറയുന്നു. അപ്പോൾ അവസാന നിമിഷം തന്നെ വരെയും പൊരുതാനുറച്ചു തന്നെയാണ് സിസ തോമസ് എന്നാണ് അവരുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്. തീർച്ചയായും രേണുക, അത്തരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിസിയുടെ ചുമതല ഏറ്റെടുക്കണം എന്ന് ഗവർണർ ആവശ്യപ്പെട്ട സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സർവീസിൽ ഇരിക്കുന്നതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും താൻ ബന്ധപ്പെടാൻ നീക്കം നടത്തിയിരുന്നു. പക്ഷെ അന്ന് മന്ത്രി സ്ഥലത്തിലായിരുന്നു. ഒപ്പം തന്നെ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ സിസ തോമസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ താൻ കൃത്യമായി ഇതിന് മറുപടി നൽകുമെന്നുകൂടി സിസ തോമസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ, അതായത് ഈ വിരമിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ ഉറച്ചു തന്നെയാണ് സിസ തോമസ്. കൃത്യമായതിന് മറുപടി നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ നോട്ടീസിൽ പറയുന്നത് പോലെ ഒരു സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം ശരിയല്ല, ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് സിസ തോമസ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ 15 ദിവസത്തിനകം രേഖാമൂലം മറുപടി നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും സിസ തോമസിന്റെ മറുപടി എന്ന് നമുക്ക് കണ്ടറിയാം. ഒപ്പം തന്നെ സിസ തോമസ് മറുപടി നൽകിയാൽ പോലും അത് സർക്കാർ അംഗീകരിക്കുമോ, സർക്കാരിന് ബോധ്യപ്പെട്ടില്ല എങ്കിൽ ഏത് തരത്തിലുള്ള നടപടി സിസ തോമസിനെതിരെ ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്. ശരി, ഐശ്വര്യ അനിലാണ് വിവരങ്ങൾ നൽകിയത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബംഗളൂരുവിൽ നടത്തിയ ചർച്ച സ്ഥിരീകരിച്ച് ബിസിനസ്സുകാരൻ വിജേഷ് പിള്ള. സംസാരിച്ചത് സ്വർണ്ണക്കടത്ത് വിഷയമല്ലെന്നും സ്വപ്നയുടെ ക്ഷണം സ്വീകരിച്ച് വെബ് സീരീസ് ചർച്ചയ്ക്കാണ് പോയതെന്നും വിജേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. CPM-നോടോ MV ഗോവിന്ദനോടോ യൂസഫ് അലിയോടോ ബന്ധമില്ല. സ്വർണ്ണക്കടത്ത് കാര്യം സംസാരിച്ചെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ സ്വപ്നയെ വിജേഷ് വെല്ലുവിളിച്ചു. ഫേസ്ബുക്ക് ലൈവിൽ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിലാണ് വിവാദ ബിസിനസ്സുകാരൻ
ന്യൂസ് 18നോട് പ്രതികരിച്ചത്. സ്വപ്നയുമായി ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തിയത് OTT നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഹരിയാനയിലോ ജയ്പൂരിലോ വെബ് സീരീസിന്റെ ചിത്രീകരണം നടത്താമെന്നും വെബ് സീരീസിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 30% നൽകാമെന്നുമാണ് സ്വപ്നയോട് പറഞ്ഞത്. ഞാനൊരു എന്റെ ബിസിനസ് മീറ്റിലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യണം. അതിനാണല്ലോ അവർ വെബ് സീരീസ് ആയിട്ട് സഹകരിക്കാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ വരുന്നത്. സ്വപ്നയെ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നുമല്ല ഞാൻ പോയിരുന്നത്. ഇതൊരു തികച്ചൊരു ബിസിനസ് മീറ്റ്, അത്ര തന്നെ ഉള്ളൂ. എനിക്ക് ഈ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം ഞാൻ വീണ്ടും പറയുന്നു, വസ്തുവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. CPM-നോടോ MV ഗോവിന്ദനോടോ യൂസഫ് അലിയോടോ ബന്ധമില്ല. രാഷ്ട്രീയ പാർട്ടികളോട് ഒരു ബന്ധവുമില്ല. എനിക്ക് ഇവരെക്കുറിച്ച് ഈ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇവരെ ആരും ഞാൻ പേഴ്സണലി കണ്ടിട്ടുമില്ല. എനിക്ക് ഇവരുടെ പത്രത്തിലും ടിവിയിലും കാണുന്ന അറിവല്ലാതെ ഒരാളെ പോലും എനിക്കറിയില്ല. സ്വർണ്ണക്കടത്തുകാര്യം സംസാരിച്ചെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വിജേഷിന്റെ വെല്ലുവിളി. ED ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറഞ്ഞെന്നും വിജേഷ്. നാളെ നിങ്ങൾ തമ്മിലുള്ള ചിത്രങ്ങളോ CPM നേതാക്കളോടൊപ്പം നിൽക്കുന്നതോ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പുറത്തു വരാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ഇതൊക്കെ തെരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ വരട്ടെ. എനിക്ക് അങ്ങനെ ആരുമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ വരുന്നൊരു പേടിയൊന്നുമില്ല. ഒരു പേടിയില്ല. സ്വപ്നയുമായുള്ള വാട്സാപ്പ് ചാറ്റുകളും വിജേഷ് പുറത്തുവിട്ടു. മാനനഷ്ടത്തിന് സ്വപ്നയ്ക്കെതിരെ വിജേഷ് DGPക്ക് പരാതി നൽകി. സ്വപ്നയുടെ തുടർ നടപടികൾ വീക്ഷിച്ച ശേഷം കൂടുതൽ രേഖകൾ പുറത്തുവിടുമെന്നും വിജേഷ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ അസംബന്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സ്വർണ്ണക്കടത്തിൽ കേസെടുത്തത് കേന്ദ്ര ഏജൻസികളാണെന്നിരിക്കെ കേസ് പിൻവലിക്കാൻ CPM വാഗ്ദാനം നൽകിയെന്നത് കല്ലുവെച്ച നുണയാണ്. കേന്ദ്ര ഏജൻസികളുടെ കേസിൽ സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാനില്ലെന്നും പാർട്ടിക്കും സർക്കാരിനുമെതിരെ കള്ളപ്രചാരണം അഴിച്ചുവിടാനാണ് ശ്രമമെന്നും CPM സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ ED ഒരുക്കിയ തിരക്കഥയെന്ന വിലയിരുത്തലുമായി CPM. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും അതുവഴി മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം എത്തിക്കുന്നതിന്റെ കളമൊരുക്കലാണെന്ന ആശങ്കയും CPM-നുണ്ട്. ആരോപണങ്ങൾ തള്ളിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വപ്നയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. ഞാൻ ഉറപ്പായിട്ട് പറയാണ്, എനിക്ക് അങ്ങനെ ഒരു മനുഷ്യനെ അറിയേയില്ല. പിന്നെ കണ്ണൂർ ജില്ലയിൽ പിള്ളമാരില്ല. എവിടുന്നാ ഇവർക്ക് ഈ പിള്ളയെ കിട്ടിയെന്ന് എനിക്കറിയില്ല. സുധാകരൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കേസ് കൊടുക്കാൻ? 1000 പ്രാവശ്യം ധൈര്യമുണ്ട്, കേസും കൊടുക്കും. നിയമപരമായ എല്ലാ രീതിയിലും കൈകാര്യം. ആരോപണങ്ങൾ തള്ളുമ്പോഴും സ്വപ്ന സുരേഷിന്റെ നീക്കങ്ങൾ ഗൌരവത്തോടെയാണ് CPM കാണുന്നത്. MV ഗോവിന്ദനെതിരെയാണ് ആരോപണമെങ്കിലും ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് CPM ഉറപ്പിക്കുന്നു. സ്വപ്നയെക്കൊണ്ട് ആരോപണം ഉന്നയിച്ച ശേഷം അതിന്മേൽ അന്വേഷണം എന്ന തന്ത്രമാണ് EDയുടേത്. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളിലേക്കും ക്രമേണ മുഖ്യമന്ത്രിയിലേക്കുമാണ് EDയുടെ നീക്കമെന്ന ആശങ്കയും CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് ജാഗ്രതയോടെയാണ് പ്രതികരണങ്ങൾ. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കമുള്ള ഉന്നത നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉയരുമ്പോഴും എന്തുകൊണ്ട് നിയമ നടപടിക്ക് CPM തയ്യാറാകുന്നില്ല എന്ന ചോദ്യവും പാർട്ടിയെ അസ്വസ്ഥമാക്കുന്നു. 30 കോടി ഞാൻ 1 കോടിനെ കണ്ടില്ല. അതിനോട് 30 കോടി കൊടുത്തതിനെ പറ്റി ആലോചിക്കും. തിരക്കഥ തയ്യാറാക്കുമ്പോൾ നല്ല ഗൗരവമുള്ള തിരക്കഥ തയ്യാറാക്കണം. ഇങ്ങനെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ കുട്ടിപ്പോകുന്ന തിരക്കഥ ഉണ്ടാക്കി. നേരത്തെ ഷാജ് കിരൺ എന്ന ഇടനിലക്കാരനെതിരെ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങളുടെ വസ്തുതയും ഇനിയും പുറത്തു വന്നിട്ടില്ല. അന്ന് സ്വപ്നയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകുന്നതിന് പകരം ആരോപണങ്ങളിൽ പോലീസ് അന്വേഷണത്തിനാണ് സർക്കാർ തയ്യാറായത്. ആ അന്വേഷണമാകട്ടെ പാതി വഴിയിൽ നിലച്ചു. 1ാം പിണറായി സർക്കാരിലെ 2 മന്ത്രിമാർക്കും സ്പീക്കർക്കുമെതിരെ സ്വപ്ന ഉയർത്തിയ ആരോപണങ്ങളിലും ഒരു നടപടിയും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മറുപടി പറയണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കിയതും സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. MV ഗോവിന്ദന്റെയും വിജേഷ് പിള്ളയുടെയും നിയമ നടപടികൾ നേരിടാൻ തയ്യാറെന്ന് സ്വപ്ന സുരേഷ്. വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്നും പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാണെന്നും സ്വപ്ന. തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ആവശ്യമെങ്കിൽ കോടതിക്കും കൈമാറുമെന്നും സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. വിജേഷ് പിള്ള തന്നെ കണ്ടെന്ന് സമ്മതിച്ചെന്നും ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെക്കുറിച്ചും വിജേഷ് സമ്മതിച്ചിട്ടുണ്ടെന്നും സ്വപ്ന പറയുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ വിജേഷ് പറഞ്ഞത് മറ്റൊരു സന്ദർഭത്തിലാണെന്നും സ്വപ്ന പറയുന്നു. ഒരു CPM നേതാവിനും സ്വപ്നയുടെ ആരോപണത്തിൽ ഭയമില്ലെന്ന് MV ജയരാജൻ. സ്വപ്നയുടെ പുതിയ കഥയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ജാഥ വിജയിച്ചതിലുള്ള വിഭ്രാന്തിയാണ് ലൈവ് ആരോപണത്തിന് പ്രേരിപ്പിച്ചത്. ആ കള്ളം ലൈവിൽ തന്നെ പൊളിഞ്ഞു വീണു. തിരക്കഥ രചിച്ച് മാധ്യമങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്നത് സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും MV ജയരാജൻ പറഞ്ഞു.
സ്വപ്ന സുരേഷ് പറയുന്നത് തള്ളാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രണ്ടാമത്തെ ഘട്ടത്തിലും സ്വാധീനിക്കാൻ ശ്രമം. ഈ ഘട്ടത്തിൽ സ്വപ്നയോട് ആരെങ്കിലും സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ പോകുമോ? സ്വപ്നയെ ഇപ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും സതീശൻ പറഞ്ഞു. സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വിജേഷ് പിള്ള ആരാണെന്നും എന്താണ് 30 കോടി കൊടുക്കാൻ പ്രേരിപ്പിച്ച തെളിവെന്നും വ്യക്തമാക്കണം. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല പാർട്ടിക്കും പങ്കുണ്ട്. ഗോവിന്ദൻ മാസ്റ്ററുടെ പേര് പലതവണയായി പറയുന്നുണ്ട്. സ്വപ്ന മുമ്പ് പറഞ്ഞത് പലതും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ആരോപണത്തിന്റെ സത്യാവസ്ഥ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വിജേഷ് പിള്ള തട്ടിപ്പുകാരനെന്ന സംവിധായകൻ മനോജ് ഖാന കെഞ്ചിര സിനിമ OTT-യിലൂടെ പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു. സിനിമയുടെ പബ്ലിസിറ്റി അവരുടെ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നുവെന്നും മനോജ് ഖാന പറഞ്ഞു. ഒരാൾക്ക് സിനിമ കാണാൻ കഴിഞ്ഞത് വളരെ ചുരുക്കം 10-40 ആളുകൾക്കാണ് പടം കാണാൻ പറ്റിയത്. കാരണം ഒന്നിന്റെ ലൈസൻസ് ഉണ്ടായിരുന്നില്ല ലോഞ്ച് ചെയ്യുമ്പോഴേ. ഒരു TV-യിലേക്ക് അത് കാണിക്കാൻ പറ്റില്ല. അതുപോലെ ആൻഡ്രോയിഡ് ഫോണിൽ കാണാം. അത് തന്നെ രാവിലെ ഒന്ന് വൈകുന്നേരം പേര് ഇരുന്നാലായിരിക്കും ഒരു ഷോ കണ്ടു തീരുക. അതുപോലെ ആപ്പിളിൽ ഒന്നിലും പടം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോ ദിവസം പറയുമ്പോഴും ഇപ്പം ശരിയാവും, നാളെ ശരിയാവും, രാത്രി ശരിയാവും എന്നൊക്കെ പറഞ്ഞു ഒരാഴ്ച വരെ നമ്മൾ കാത്തു നിന്ന് ഇത് കള്ളത്തരാണെന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മൾ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്ത് കണ്ടന്റ് തിരിച്ചു വാങ്ങിക്കാൻ തന്നെ പൈസ അങ്ങോട്ട് 40 സംതിങ് റുപ്യ 1000 റുപ്യ അങ്ങോട്ട് തിരിച്ചു വാങ്ങിച്ചവർ. കാരണം നമുക്കത് ആവശ്യമായിരുന്നു കണ്ടന്റ് തിരിച്ചു വാങ്ങേണ്ടത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലോടെ ആരാണ് വിജേഷ് പിള്ള എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമായി ഉയർന്നു. കണ്ണൂർ സ്വദേശിയെങ്കിലും വർഷങ്ങളായി കൊച്ചിയിലാണ് വിജേഷിന്റെ താമസം. തനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലെന്നും പ്രചരിക്കും പോലെ ആഡംബര ജീവിതമല്ല തന്റേതെന്നും വിജേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു വ്യക്തി വിജയ് പിള്ളൈ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ണൂരിലുള്ളതാണ്. ബാംഗ്ലൂർ വരണം, എന്നെ ഒന്ന് മീറ്റ് ചെയ്യണം, അവർക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരന്തരം വിളിച്ചു. എന്റെ പേര് വിജേഷ് പിള്ള. ഈ പറയുന്ന വിജയൻ പിള്ളയല്ല, വിജയ് പിള്ളയല്ല, വിജേഷ് പിള്ള. കണ്ണൂരിൽ ബക്കളത്തിനടുത്തുള്ള കടമ്പേരിയിലാണ് വിജേഷ് പിള്ള എന്ന വിവാദ നായകന്റെ വീട്. നാട്ടിൽ അറിയപ്പെടുന്നത് വിജേഷ് കൊയിലേത്ത് എന്ന പേരിൽ. 10 വർഷം മുമ്പ് മണി ചെയിൻ ബിസിനസ് നടത്തി പിന്നീട് കൊച്ചിയിലേക്ക് മാറി. ഇപ്പോൾ നാട്ടിലെത്തുന്നത് വല്ലപ്പോഴും മാത്രം. നാട്ടിലേക്ക് പോകുന്നത് കുറവാണ്. വളരെ 3 മാസം കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോകാറുണ്ട്. കൊച്ചിയിലാണ് സാധാരണ. കടമ്പേരിയിലെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമാണ്. നാളുകളായി മകന് വീടുമായി വലിയ ബന്ധമില്ലെന്നാണ് ഇവർ പറയുന്നത്. ബംഗളൂരു മല്ലേശ്വരം ബ്രിഗേഡ് ഗേറ്റ്വേ ക്യാമ്പസിലെ വേൾഡ് ട്രേഡ് സെന്ററിലാണ് വിജേഷ് CEO ആയി പ്രവർത്തിക്കുന്ന ആക്ഷൻ OTT ഓൺലൈൻ വീഡിയോ സ്ട്രീമിംഗ് സ്ഥാപനം. കൊച്ചിയിലെ ഓഫീസ് അധികകാലം പ്രവർത്തിച്ചില്ല. അതിന്റെ കണക്ഷൻ ബേസ്ഡാണ് ഓരോ ബിസിനസ്സും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ IT കമ്പനിയാണ്, അതിനനുസരിച്ചാണ് ഓരോ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. പ്രചരിക്കും പോലെയുള്ള ആഡംബര ജീവിതമല്ല തന്റേതെന്നാണ് വിജേഷ് പറയുന്നത്. അത്രമാത്രം ശേഷിയൊന്നുമില്ല. അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളല്ല. സ്വപ്നനെ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നുമല്ല ഞാൻ പോയിരുന്നത്. MS സനീഷ് കുമാർ, ന്യൂസ് 18 കൊച്ചി. ഇടവേള. വാർത്തകൾ തുടരുന്നു. കൊച്ചിയിലെ ജനങ്ങളെ മാലിന്യപ്പുകയിൽ നിന്ന് എന്ന് രക്ഷിക്കാനാകുമെന്ന് ഉറപ്പ് നൽകാനാകാതെ മന്ത്രിമാർ. തീ എപ്പോൾ അണയ്ക്കാനാകുമെന്ന് പറയാനാകില്ലെന്ന് മന്ത്രി പി രാജീവ്. വീണ്ടും തീ പിടിക്കുന്നതാണ് പ്രശ്നമാകുന്നതെന്ന് മന്ത്രി MP രാജേഷും പറഞ്ഞു. ബ്രഹ്മപുരം സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം. ബ്രഹ്മപുരം പ്ലാന്റിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിയുണ്ടാകുന്ന പുക 80% അണയ്ക്കാൻ സാധിച്ചെങ്കിലും എപ്പോൾ പൂർണ്ണമായി അണയ്ക്കാനാകുമെന്ന് പറയാനാകില്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. 6 അടിയോളം താഴ്ചയിലേക്ക് തീ പടർന്നതിനാലാണ് അണയ്ക്കാൻ കഴിയാത്തത്. 5 മീറ്റർ 6 മീറ്റർ അടിയിലും തീയുണ്ട്. ഇപ്പോൾ താഴേന്നെടുത്ത് ഈ കനൽ പുറത്തേക്കിട്ട് വെള്ളം ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലിയറായി. കുറെ കഴിയുമ്പോഴായിരിക്കും മീഥേൻ വന്നിട്ട് വരുന്നത്. അപ്പൊ ഇത്ര ദിവസം എന്ന് പറയാൻ ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ. കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. തീ അണച്ചാലും വീണ്ടും തീ പിടിക്കുന്ന സ്ഥിതിയാണ്. എങ്കിലും സ്ഥിതിഗതികൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണെന്നും MP രാജേഷ്. എന്താണ് കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന ആക്ഷൻ പ്ലാൻ എന്ന് അവിടെ വിശദീകരിക്കാം.
നഗരത്തിൽ പലയിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കി തുടങ്ങിയതായി മന്ത്രിമാർ അവകാശപ്പെട്ടു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റാൻ ബദൽ സംവിധാനം കണ്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ബ്രഹ്മപുരത്ത് നിരീക്ഷണ സമിതിക്ക് രൂപം നൽകി ഹൈക്കോടതി. മലിനീകരണ നിയന്ത്രണ ബോർഡ്, കളക്ടർ, കോർപ്പറേഷൻ സെക്രട്ടറി, ജില്ലാ ലീഗൽ സെൽ അതോറിറ്റി എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിക്കാണ് കോടതി രൂപം നൽകിയത്. കമ്മിറ്റി അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ച് തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് ഉമാ തോമസ് MLA ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസ്പോൺസ് ടീമിനെ അടിയന്തരമായി നിയോഗിക്കണമെന്നും കടമ്പ്രയാറിലേക്ക് മാലിന്യം കലർന്ന ജലം ഒഴുകി മലിനപ്പെടുന്നതിലെ ആശങ്കയും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. തൃശൂർ പെരിങ്ങാവിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഗോഡൌൺ കത്തിനശിച്ചു. 2 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പോലീസിൽ വീണ്ടും പിരിച്ചുവിടൽ. കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ R. ശിവശങ്കറിനെ സർവീസിൽ നിന്ന് നീക്കി. കേരള പോലീസ് ആക്ടിലെ 86 സബ്സെക്ഷൻ 3 വകുപ്പ് അനുസരിച്ചാണ് നടപടി. നേരത്തെ തന്നെ പോലീസിൽ ക്രിമിനൽ കേസുകളിൽപ്പെട്ടവർ അവരുടെ ലിസ്റ്റ് കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മറ്റൊരാൾക്കെതിരെ കൂടി നടപടി ഉണ്ടായിരിക്കുന്നു. VV വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന തീരുമാനം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ലിസ്റ്റ് തയ്യാറാക്കി നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരാൾക്കെതിരെ കൂടി നടപടി ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, കൂടുതൽ പേർക്കെതിരെ പോലീസിൽ നടപടി. ഇപ്പോൾ കാസർഗോഡ് ഇൻസ്പെക്ടറായ ശിവശങ്കരനെയാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. നേരത്തെ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ആ സമയത്ത് ശിവശങ്കരൻ ആവശ്യപ്പെട്ടത് തന്നെ നേരിൽ കേൾക്കണമെന്നാണ്. ഇങ്ങനെ DGPയോട് ആവശ്യപ്പെട്ടിരുന്നു. ഓൺലൈൻ വഴിയുള്ള നേരത്തെ വിശദീകരണം തേടിയെങ്കിലും തനിക്ക് നേരിട്ട് മൊഴി നൽകണം എന്നൊരു കാര്യമാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGPയെ നേരിൽ കാണുകയും വിശദീകരണം നൽകുകയും ചെയ്തു. പക്ഷേ തൃപ്തികരമല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ പിരിച്ചുവിടൽ നടപടി. നേരത്തെ തന്നെ പോലീസിൽ നടത്തിയ ശുദ്ധീകരണ പ്രക്രിയ, അതിന്റെ തുടർച്ചയായാണ് ഒരു ഉദ്യോഗസ്ഥരെ കൂടെ പിരിച്ചുവിടുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 8ഓളം ഉദ്യോഗസ്ഥരാണ് സർവീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. 100ഓളം പേരുടെ പട്ടിക, അതായത് ആദ്യഘട്ടത്തിൽ 58 പേരുടെ പട്ടിക ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ജില്ലാ പോലീസ് മേധാവിമാർ നൽകിയ പട്ടികയുണ്ട്. ഈ കണക്കനുസരിച്ച് 90-ന് മുകളിൽ ആളുകൾ നടപടി നേരിടും. ഇവർക്ക് കർശനമായ നടപടി, അതായത് പിരിച്ചുവിടൽ അടക്കമുള്ള കാര്യങ്ങളാണ്. 2 വർഷത്തിനുള്ളിൽ ഈ നടപടികൾ പൂർത്തിയാക്കാനാണ് ആഭ്യന്തര വകുപ്പും പോലീസ് ആസ്ഥാനവും ലക്ഷ്യമിടുന്നത്. ആ നിലയ്ക്കുള്ള നീക്കം അവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഉദ്യോഗസ്ഥനെതിരെ വരികയാണെങ്കിൽ നമുക്ക് മാനഭംഗം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ, നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുക, അതോടൊപ്പം തന്നെ മാനഭംഗം, കൈക്കൂലി തുടങ്ങി നിരവധി കേസുകൾ നിരവധി തവണ സസ്പെൻഷൻ നേരിടുകയും വകുപ്പ് തല നടപടി നേരിടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറ്റവാസനയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. രേണുക, ശരി. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തിനു മുന്നിൽ കേരളം തലകുനിച്ച അട്ടപ്പാടി മധു കേസിൽ വാദം പൂർത്തിയായി. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയിലാണ് മാസങ്ങൾ നീണ്ട വിസ്താരം പൂർത്തിയായത്. ഇനി വിധിക്കായുള്ള കാത്തിരിപ്പാണ്. പ്രോസിക്യൂഷനും പ്രതിഭാഗവും അന്തിമവാദം പൂർത്തിയാക്കിയതോടെ മധു കേസിൽ ഇനിയുള്ളത് വിധിയാണ്. 2018 ഫെബ്രുവരി 22-നാണ് അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധു ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി കൊല്ലപ്പെടുന്നത്. കേസിൽ 16 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെങ്കിലും വിചാരണ വൈകിയതോടെ ഹൈക്കോടതി ഇടപെട്ടു. 2022 ഏപ്രിൽ 28-ന് ആരംഭിച്ച സാക്ഷി വിസ്താരം ഫെബ്രുവരി 14-നാണ് അവസാനിച്ചത്. 101 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. ഇതിൽ 24 പേർ കൂറുമാറി. പ്രതിഭാഗം 8 സാക്ഷികളെയും ഹാജരാക്കി. ഫെബ്രുവരി 21-ന് ആരംഭിച്ച അന്തിമവാദം ഇന്നാണ് പൂർത്തിയായത്. മാർച്ച് 18-നാണ് ഇനി കേസ് പരിഗണിക്കുക. മധു കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേറ്റ 3 പേരും പാതിവഴിയിൽ കേസ് ഉപേക്ഷിച്ചു. പിന്നീടാണ് രാജേഷ് M. മേനോൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേൽക്കുന്നത്. കേസിൽ അനുകൂല വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് രാജേഷ് M. മേനോൻ. അല്ല, പ്രോസിക്യൂഷൻ്റെയും ഡിഫൻസിൻ്റെയും വാദം പൂർത്തിയായിട്ടുണ്ട്. കേസ്
വിധി പറയാനായിട്ട് കോടതി എടുത്തിട്ടുണ്ട്. 18-ാം തീയതിയാണ് അടുത്ത തീയതി വെച്ചിട്ടുള്ളത്. മോസ്റ്റ് പ്രോബ്ലി അന്ന് വിധി പറയാൻ സാധ്യത കുറവാണ്. ഇത്രയും അധികം രേഖകളും ഒരുപാട് രണ്ട് ഭാഗത്തിന് വാദം കഴിഞ്ഞിട്ട് പിന്നെ ആയിട്ടുള്ളൂ. 18-ാം തീയതി തന്നെ വിധി പറയാൻ ചിലപ്പോൾ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടിയെങ്കിലും കേസ് വിധി പറയും എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മധുക്കേസിൽ വിചാരണ കാലയളവും സംഭവ ബഹുലമായിരുന്നു. സാക്ഷികളായ വനം വകുപ്പ് ജീവനക്കാർ കൂറുമാറിയത് പ്രോസിക്യൂഷനെ ഞെട്ടിച്ചു. ഇവരെ പിന്നീട് വനം വകുപ്പ് സസ്പെൻഡ് ചെയ്തു. മധുവിന്റെ കുടുംബത്തിന് നേരെയും ഭീഷണിയുണ്ടായി. വൈകിയാലും നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മധുവിന്റെ കുടുംബം. ന്യൂസ് 18 പാലക്കാട്. മന്ത്രി ആന്റണി രാജുവിനെതിരായ തൊണ്ടി മുതൽ മോഷണക്കേസ് ഹൈക്കോടതി റദ്ദാക്കി. നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിച്ച് വീണ്ടും നിയമ നടപടികൾ വേണമെങ്കിൽ ആരംഭിക്കുന്നതിന് ഉത്തരവ് തടസ്സമല്ല എന്നും ജസ്റ്റിസ് എ സിയാദ് റഹ്മാൻ നിർദ്ദേശിച്ചു. 1990 ഏപ്രിലിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച നിലയിൽ വിദേശ പൌരനെ പിടികൂടിയിരുന്നു. പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി അന്ന് തിരുവനന്തപുരം ബാറിലെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമത്വം കാണിച്ചെന്നാണ് കേസ്. സത്യം ജയിച്ചെന്ന് മന്ത്രി ആന്റണി രാജു ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തന്നെ വേട്ടയാടിയവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്നും തുടരന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തട്ടെ എന്നും ആന്റണി രാജു പറഞ്ഞു. സഭാ തർക്കം പരിഹരിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന സർക്കാർ തീരുമാനത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച് ഓർത്തഡോക്സ് സഭ. ഞായറാഴ്ച പള്ളികളിൽ പ്രതിഷേധം നടത്തുന്നതിന് പിന്നാലെ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മെത്രാപ്പൊലിത്തമാർ ഉപവാസമിരിക്കും. സർക്കാർ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് സഭ. ചർച്ച് ബില്ലിൽ ഓർത്തഡോക്സ് സഭയുടെ നിലപാട് ദൌർഭാഗ്യകരമെന്ന് യാക്കോബായ സഭ. മെത്രോപൊലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സഭയുടെ യാതൊന്നും തങ്ങൾ കവർന്നെടുത്തിട്ടില്ല. ബിൽ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ പാസാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ജോസഫ് മാർ ഗ്രിഗോറിയോസ് ന്യൂസ് 8നോട് പറഞ്ഞു. H3N2 വൈറസ് മൂലമുണ്ടായ ഇൻഫ്ലുവൻസ ബാധിച്ചുള്ള മരണങ്ങൾ രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തു. ഹരിയാന, കർണാടക സംസ്ഥാനങ്ങളിലാണ് ഓരോരുത്തർ വീതം മരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 90 പേർക്കാണ് H3N2 വൈറസ് ബാധയുണ്ടായത്. സംസ്ഥാനത്ത് നിലവിൽ 2 H3N2 രോഗബാധിതരുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആലപ്പുഴയിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. H3N2 സംബന്ധിച്ച് നിലവിലിപ്പോൾ 2 കേസ് ആലപ്പുഴ. പക്ഷേ അതൊന്നും നമുക്കൊരു അതുമൂലം ഒരു മരണം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം ചികിത്സ തേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ജനവിഭാഗങ്ങൾ, പ്രായമായവർ, കോമോബിഡിറ്റീസ് ഉള്ളവർ, ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിലുള്ള പനിയുമായി വരുന്നവർ അവരെ ഈ പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കണമെന്നുള്ള നിർദ്ദേശമാണ്. ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ടാകണമെന്നുള്ളത് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് ആ നിർദ്ദേശം നൽകിയിരുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ മീറ്റിംഗിൽ ആ നിർദ്ദേശം ഒരിക്കൽ കൂടി നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 46 പേർക്ക് H1N1 സ്ഥിരീകരിച്ചതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. പനി ബാധിച്ച് ആശുപത്രിയിലെത്തുന്നവരുടെ സ്രവം പരിശോധിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. H1N1 46 പേർക്കാണ് സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഈ വേനൽക്കാലത്ത് വയറിളക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ചിക്കൻ പോക്സ് തുടങ്ങിയവ കൂടുതലായി വർദ്ധിക്കുന്നതായി, നേരിയ തോതിലെങ്കിലും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് വലിയ ജാഗ്രത ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ ഡയറിയ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കൊളാപ്സ് ചെയ്യുന്നതിനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെതിരെ വ്യക്തിപരമായിട്ടുള്ളൊരു ജാഗ്രത ഉണ്ടാകണം. കടുത്ത വേനൽ ചൂടിൽ പരീക്ഷാ ചൂടും കൂടിയെത്തിയതോടെ ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. വേനൽ ചൂടിൽ സംസ്ഥാനം വലയുമ്പോൾ 1ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്കാണ് പരീക്ഷ തുടങ്ങുന്നത്. പകൽ 11 മുതൽ 3 മണിവരെ പുറത്തിറങ്ങരുതെന്ന ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കെയാണ് കൊച്ചുകുട്ടികൾക്ക് നട്ടുച്ചയ്ക്ക് പരീക്ഷ. പരീക്ഷാ സമയം മാറ്റിവെക്കണം എന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു. കൊടും ചൂടിൽ രാവും പകലും ചുട്ടുപൊള്ളുമ്പോഴാണ് 1ാം ക്ലാസ് മുതലുള്ള കുരുന്നുകൾക്ക് വാർഷിക പരീക്ഷകൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച SSLC പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികൾ പോലും ചൂട് സഹിക്കാനാകാതെ വലഞ്ഞു. പരീക്ഷയ്ക്ക് രാവിലെ സ്കൂളിലെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും നട്ടുച്ചയ്ക്ക് മടങ്ങുമ്പോൾ കുട്ടികൾ വാടി തളരുന്നു.
ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക എന്നതടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പോലും സർക്കാർ നൽകി. അപ്പോഴും 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചയ്ക്ക് 1:30 മുതലാണ് പരീക്ഷ. പരീക്ഷ തീർച്ചയായിട്ടും അതിനനുസരിച്ച് റീഷെഡ്യൂൾ ചെയ്യേണ്ടതാണ്. ഒന്നുകിൽ പരീക്ഷ കാലാവധി നീട്ടിവെക്കണം, അല്ലെങ്കിൽ ടൈം റീഷെഡ്യൂൾ ചെയ്യണം, സമയം റീഷെഡ്യൂൾ ചെയ്യണം. മാതാപിതാക്കൾക്കും എല്ലാവർക്കും കാര്യം മനസ്സിലാവുമല്ലോ. കാരണം കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഹെൽത്തിനാണ്, സെക്കൻഡ് പ്രയോറിറ്റിയാണ് ടൈമിംഗ്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഹെൽത്തിനായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം പോയി കുഞ്ഞുങ്ങൾ തളർന്നു പോയാൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ കൊണ്ടുപോകുന്ന ആളുകൾ തളർന്നു പോയാൽ തുടർ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ പരീക്ഷ കഴിഞ്ഞ് അസുഖം വന്നാലും അത് പിന്നെ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ടൈം റീഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്യുക. രാത്രിയും പകലും ഒരുപോലെ ചൂട്. ഇത് കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്രമവും അനിവാര്യമാണെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു. അന്തരീക്ഷത്തിലെ ചൂടും പടർന്നു പിടിക്കുന്ന പനിയും പഠനഭാരവും കുട്ടികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനത്ത് 37 ഡിഗ്രിയിലധികം ചൂട് രേഖപ്പെടുത്തിയിരുന്നു. പകൽ 11 മുതൽ 3 മണിവരെ പുറത്തിറങ്ങരുത് എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ നിലനിൽക്കെയാണ് 6 വയസ്സ് മുതലുള്ള സ്കൂൾ കുട്ടികൾക്ക് പരീക്ഷാകാലം ആരംഭിക്കുന്നത്. പരീക്ഷകൾ നട്ടുച്ചയ്ക്ക് ആരംഭിക്കുമ്പോൾ മാതാപിതാക്കൾ ആശങ്കയിലാണ്. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. അതേസമയം ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പരീക്ഷയുടെ സമയം മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഇപ്പോഴുള്ള ടൈം ടേബിൾ അനുസരിച്ച് പരീക്ഷ നടത്തണമെന്ന് ഒരു നിർബന്ധവുമില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിൽ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ചൂട്. പക്ഷേ എന്നാൽ ജൂൺ മാസം 1-ാം തീയതി നമുക്ക് സ്കൂൾ തുറക്കണം, SSLC റിസൾട്ട് പ്രഖ്യാപിക്കണം, വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഈ ഷോർട്ട് ടൈമിനുണ്ട്. അപ്പോൾ ഈ ടീച്ചർമാർ തന്നെയാണ് ഇതിനുമൊക്കെ തന്നെ എൻഗേജ്ഡ് ആവേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കൊരു നിർബന്ധവുമില്ല ഈ കുട്ടികളെ ഈ ചൂട് സമയത്ത് പരീക്ഷ എഴുതിക്കണമെന്ന്. നമുക്കിതിനെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് എന്താ ഒരു ക്രമീകരണം വരുത്താൻ പറ്റുമെന്ന് നോക്കാം. നമുക്കൊരു നിർബന്ധവും ഒരു പിടിവാശിയുമില്ല ഇന്ന ഈ ഇപ്പം പറഞ്ഞ സമയത്ത് തന്നെ നടത്തണമെന്ന് സംബന്ധിച്ചിടത്തോളം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമായി. 4,27,361 വിദ്യാർത്ഥികൾ 1-ാം വർഷ പരീക്ഷയും 4,42,067 വിദ്യാർത്ഥികൾ 2-ാം വർഷ പരീക്ഷയും എഴുതും. ആകെ 2023 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. മാർച്ച് 30-നാണ് പരീക്ഷ അവസാനിക്കുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 389 കേന്ദ്രങ്ങളിലായി 1-ാം വർഷത്തിൽ 28,820, 2-ാം വർഷത്തിൽ 30,740 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്തെ 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചുവപ്പ് നിറത്തിൽ അടിച്ചത് പ്രയാസമുണ്ടാക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ. ചോദ്യങ്ങൾ വായിച്ചെടുക്കാൻ പ്രയാസമെന്നാണ് പരാതി. അതേസമയം ചോദ്യപേപ്പറിലെ നിറം മാറ്റത്തെ ന്യായീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തി. ആദ്യമായാണ് ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചുവപ്പ് നിറത്തിൽ അച്ചടിക്കുന്നത്. 1-ാം വർഷ +1 പരീക്ഷയുടെ ചോദ്യപേപ്പറിനായിരുന്നു നിറം മാറ്റം. ചോദ്യങ്ങൾ വായിച്ചെടുക്കാൻ പ്രയാസമുള്ളതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. നിറം മാറ്റം പ്രശ്നമില്ലെന്ന് പറഞ്ഞവരുമുണ്ട്. ബുദ്ധിമുട്ടായിരുന്നു. ഇത് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും ചെയ്യും. പിന്നെ ഇത്രയും നാള് ബ്ലാക്കിൽ എഴുതിയിട്ട് റെഡ് വന്നപ്പോൾ ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. +2 ബ്ലാക്ക് ആയിരുന്നു, പെട്ടെന്ന് കണ്ടപ്പോൾ ഏത് കളർ അങ്ങനെയാണ് നോക്കിയ. അതേസമയം ചോദ്യപേപ്പറിലെ നിറം മാറ്റത്തെ വിദ്യാഭ്യാസ മന്ത്രി ന്യായീകരിച്ചു. ചുവപ്പ് നിറത്തിന് എന്താണ് കുഴപ്പമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ചോദ്യം. എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല, നോക്കിയിട്ട് പറയാം. ചുവപ്പ് കളറിലാണ് അടിച്ചിരിക്കുന്നത് 1-ാം പേപ്പർ ഇവിടെ ചുവപ്പ് കളറിന് കുഴപ്പമൊന്നും സാധാരണ ഇല്ലാത്ത കറക്റ്റിലാണ്. അതൊന്നും ഒരു പ്രശ്നമായിട്ടൊക്കെ. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കാണ് തുടക്കമായത്. കടുത്ത ചൂടിന്റെ സാഹചര്യത്തിൽ 1 മുതൽ 9-ാം ക്ലാസ് വരെയുള്ള പരീക്ഷയുടെ സമയക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തും. 1 മുതൽ 9 വരെയുള്ള പരീക്ഷ സംബന്ധിച്ചിടത്തോളം ഒരു ക്രമീകരണം നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ റിസൾട്ട് സമയത്ത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ജൂൺ മാസം 1-ാം തീയതി തന്നെ സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയത്. ചെറിയ ക്രമീകരണം ഈ ചൂടിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ഒന്ന് ക്രമീകരിക്കാൻ പറ്റുമെന്ന് സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴയിൽ കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായ വനിതാ കൃഷി ഓഫീസറെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. തിരുവനന്തപുരം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് കോടതി നിർദ്ദേശാനുസരണം ജിഷ മോളെ മാറ്റിയത്. ജിഷയോടൊപ്പം കള്ളനോട്ട് സംഘത്തിൽ ഉൾപ്പെട്ട 3 പേരെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചു.
റിമാൻഡ് ചെയ്ത് മാവേലിക്കര ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന ജിഷയെ ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് ജിഷ പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചത്. ഏതാനും ദിവസം മാനസികാരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കും. ഇതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങും. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായാണ് ജിഷ മറുപടി നൽകുന്നത്. കള്ളനോട്ടിന്റെ ഉറവിടത്തെക്കുറിച്ച് ജിഷയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ വ്യക്തമായ സൂചന ലഭിച്ചില്ല. ചോദ്യം ചെയ്യൽ പലരുടെയും പേര് ജിഷ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഇതെല്ലാം വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് നിന്ന് ഒരാൾക്കും ആലപ്പുഴ സ്വദേശികളായ 2 പേർക്കും ജിഷയുമായി കള്ളനോട്ട് ഇടപാടുകളിൽ ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഒളിവിലാണ്. ഓൺലൈൻ വഴി സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട മണി ചെയിൻ ബിസിനസ്സിലൂടെ ജിഷയ്ക്ക് ധാരാളം പണം നഷ്ടപ്പെട്ടിരുന്നതായും പോലീസ് വ്യക്തമാക്കുന്നു. ഇതുവഴി തന്നെയാണ് ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയതെന്നുമാണ് നിഗമനം. സർക്കാർ ഉദ്യോഗസ്ഥയുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിഗൂഢതകൾ ഏറുകയാണ്. പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ടെന്ന സംശയമാണ് ഉയരുന്നത്. അഭിഭാഷകരുടെ നിർദ്ദേശാനുസരണമാണോ ജിഷ മാനസിക അസ്വസ്ഥം പ്രകടിപ്പിക്കുന്നതെന്ന ശക്തമായ സംശയം പോലീസിനുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിയാത്തത് തുടരന്വേഷണത്തെ ബാധിക്കുന്നുമുണ്ട്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ വൈകിയതിനെ തുടർന്ന് ഡോക്ടർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി യുവതി. ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണ് കുഞ്ഞു മരിച്ചതെന്ന് കോഴിക്കോട് നരിക്കുനി സ്വദേശിനി ഹാജറ നജ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രസവവേദന അനുഭവപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് തന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയതെന്ന് ഹാജറ നജ പറഞ്ഞു. 6 മണി വരെ അവർ ഞങ്ങളെ മെയിൻ ഡോക്ടർ വന്നിട്ടില്ല. മെയിൻ ഡോക്ടർ വന്നിട്ടില്ലെങ്കിലും ജൂനിയർ ഡോക്ടേഴ്സിന് വാട്ടർ ബ്രേക്കായി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട എന്തെങ്കിലും നടപടികൾ ചെയ്യുക. അവർ ഒരു സീരിയസ് ആയി എടുത്തിട്ടില്ല. എൻ്റെ ഉമ്മയും ഉത്താത്തയും കുറേ പോയി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എവിടെ, ഡോക്ടർ എന്താ വരാത്തെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ടും അവർ വലിയൊരു മൈൻഡ് ചെയ്യണില്ല. അനസ്തേഷ്യ നൽകി മയക്കമാകും മുമ്പ് ശസ്ത്രക്രിയ തുടങ്ങി. കടുത്ത വേദന അനുഭവിക്കേണ്ടി വന്നു. വയറൊക്കെ കേകി മരുന്ന് തന്ന് അങ്ങനെ 90% ഞാൻ പ്രസവവേദന അനുഭവിച്ച് അത്രയും ഞാൻ വേദന സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർ പറയുന്നത് മിടിപ്പ് കുറവാണ്, പിന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് അറിയാൻ ഒരു മെഷീൻ വെക്കും. അത് അവരവിടെ വെച്ചിട്ടില്ല. അത്രയും സമയമായിട്ടും എൻ്റെ വയറിൽ വെച്ചില്ല. ആശുപത്രി അധികൃതരിൽ നിന്ന് ക്രൂരമായ അനുഭവമാണ് തനിക്കുണ്ടായത്. ആശുപത്രി അധികൃതർക്കെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും മൊഴി രേഖപ്പെടുത്തുകയോ തുടരന്വേഷണം നടത്തുകയോ ഉണ്ടായില്ലെന്നും ഹാജറ പറഞ്ഞു. ഹാജറയ്ക്ക് ചികിത്സ വൈകിയതിൽ പ്രതിഷേധിച്ച് മാർച്ച് 4-ന് ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് PK അശോകനെ യുവതിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചിരുന്നു. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയയെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. 10 ദിവസത്തെ കസ്റ്റഡി വേണമെന്നായിരുന്നു ED ആവശ്യപ്പെട്ടത്. ഡൽഹിയിൽ നിരാഹാര സമരവുമായി ഭാരത് രാഷ്ട്ര സമിതി നേതാവും തെലങ്കാന മുഖ്യമന്ത്രി K ചന്ദ്രശേഖര റാവുവിന്റെ മകളുമായ K കവിത. വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. പ്രതിപക്ഷത്തെ 12 പാർട്ടികളുടെ നേതാക്കളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്യുന്നതിന് തൊട്ടുമുൻപാണ് കവിത സമരം ആരംഭിച്ചത്. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ബ്രഹ്മപുരം വിഷയത്തിൽ അവലോകന യോഗം നടക്കുന്നതിനിടെ കളക്ട്രേറ്റിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധം. മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വർണ്ണക്കടത്ത് കേസിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ കേരളത്തിനാകെ നാണക്കേടെന്ന് ഷിബു ബേബി ജോൺ. മലയാളികൾക്കാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നതെന്നും ഷിബു ബേബി ജോൺ. വൈദികം റിസോർട്ട് വിഷയത്തിൽ പാർട്ടി അന്വേഷണമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. പാർട്ടി അന്വേഷണത്തിന്റെ സാഹചര്യമില്ലെന്നും ഗോവിന്ദൻ. ജനകീയ പ്രതിരോധ ജാഥയ്ക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. ജാഥയ്ക്ക് വേണ്ടി പാലാ നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ 3/4 ഭാഗത്തോളം കെട്ടിയടച്ചതിനെതിരെയായിരുന്നു ഹർജി. അനുമതിയോടെയാണ് ബസ് സ്റ്റാൻഡിൽ പന്തലിട്ടതെന്ന നഗരസഭയുടെ വാദം കോടതി അംഗീകരിച്ചു. മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വിമർശനവുമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മറ്റ് സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ ശക്തി ക്ഷയിച്ചെന്നും പിറകോട്ടു പോയതെങ്ങനെയെന്ന് പ്ലാറ്റിനം ജൂബിലി സമ്മേളനം ചർച്ച ചെയ്യണമെന്നും PMA സലാം. മുസ്ലിം പിന്തുടർച്ചാവകാശ വിവാദത്തിൽ പള്ളികളിൽ പ്രചാരണവുമായി KNM. മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിക നിയമങ്ങൾ മാറ്റാനാവില്ലെന്ന് ഹുസൈൻ മടവൂർ. ഷുക്കൂർ വക്കീലിനെതിരായ ഫത്വയിൽ മാറ്റമില്ലെന്നും ഹുസൈൻ മടവൂർ.
ഈ പോസ്റ്റ് സംവിധാനത്തിന്റെ തകരാറ് പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി GR അനിൽ. ഈ മാസം 20 മുതൽ ഇന്റർനെറ്റ് ബാൻഡ് വിഡ്ത്ത് 100 Mbps ആയി ഉയർത്താമെന്ന് BSNL സമ്മതിച്ചു. കൂടുതൽ IT വിദഗ്ധരെ നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിൽ വൈദ്യുതി പോസ്റ്റിൽ യുവതിയെ കെട്ടിയിട്ട് മർദ്ദിച്ചു. മാർത്താണ്ഡത്തിൽ മസാജ് സെന്റർ നടത്തിവരികയായിരുന്ന യുവതിയെയാണ് ഓട്ടോ ഡ്രൈവർമാർ ചേർന്ന് മർദ്ദിച്ചത്. കോഴിക്കോട് ഫ്ളാറ്റിൽ നിന്ന് വീണ് ഡോക്ടർ മരിച്ചു. മാഹി സ്വദേശി ഷദാർ റഹ്മാനാണ് മരിച്ചത്. വെള്ളയിലിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നാണ് വീണ് മരിച്ചത്. കൊല്ലം അരിനല്ലൂരിൽ അമ്മയും മകനും വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ 65 വയസ്സുള്ള ലില്ലി, മകൻ സോണി വർഗീസ് എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനം. മഞ്ചേരിയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് 10 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പട്ടർക്കുളം അൽ ഹുദ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്പോർട്സ്. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 480 റൺസിന് പുറത്ത്. ഉസ്മാൻ ഖവാജയുടെയും കാമറൂൺ ഗ്രീനിന്റെയും സെഞ്ചുറികളാണ് ഓസീസിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഖവാജ 180 റൺസും കാമറൂൺ ഗ്രീൻ 114 റൺസും എടുത്തു. ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ വിക്കറ്റ് നഷ്ടപ്പെടാതെ 36 റൺസ് എടുത്തു. പരമ്പരയിലെ ഏറ്റവും വലിയ കൂട്ടുകെട്ട് 208 റൺസ് ചേർത്തു ഉസ്മാൻ ഖവാജയും കാമറൂൺ ഗ്രീനും. 180 റൺസ് എടുത്ത ഖവാജയും 114 റൺസ് എടുത്ത കാമറൂൺ ഗ്രീനും ഇന്ത്യൻ ബൌളർമാരെ അനായാസം കൈകാര്യം ചെയ്തു. കന്നി ടെസ്റ്റ് സെഞ്ചുറിക്ക് ശേഷം ഗ്രീനിനെ വീഴ്ത്തിയ അശ്വിൻ അലക്സ് കാരിയെയും മിച്ചൽ സ്റ്റാർക്കിനെയും അതിവേഗം മടക്കി. 41 റൺസ് എടുത്ത് ടോഡ് മർഫിയും 34 റൺസ് എടുത്ത് നഥാൻ ലിയോണും ഓസീസ് ഇന്നിംഗ്സിനെ 480-ലെത്തിച്ചു. വാലറ്റത്തെ പിഴുതെടുത്ത അശ്വിൻ 6 വിക്കറ്റ് നേട്ടവുമായാണ് തിരികെ കയറിയത്. 10 ഓവറുകൾ മാത്രം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് മത്സരം കൈവിടാതിരിക്കണമെങ്കിൽ മുൻനിരയിൽ നിന്നും മികച്ച സംഭാവന തന്നെ വേണ്ടിവരും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ക്രൈസ്റ്റ് ചർച്ച് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ന്യൂസിലൻഡ് പതറുന്നു. രണ്ടാം ദിവസത്തെ കളി അവസാനിച്ചപ്പോൾ 5 വിക്കറ്റിന് 162 റൺസ് എന്ന നിലയിലാണ് കിവീസ്. 40 റൺസുമായി ഡാരൽ മിച്ചലും 9 റൺസെടുത്ത് മൈക്കൽ ബ്രിസ്ബെല്ലുമാണ് ക്രീസിൽ. ടോം ലാഥം 67 റൺസെടുത്ത് ശ്രീലങ്കയ്ക്ക് വേണ്ടി അസിത ഫെർണാണ്ടോയും ലിഹ്റു കുമാറിയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. 355 റൺസാണ് ഒന്നാം ഇന്നിംഗ്സിൽ ലങ്ക നേടിയത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ലക്ഷ്യമിടുന്ന ശ്രീലങ്കയ്ക്ക് പരമ്പരയിലെ 2 മത്സരങ്ങളും ജയിക്കണം. വാർത്തകൾ വിശദമായി പൂർണ്ണമാകുന്നു. നമസ്കാരം.